ഹായ്, ഞാൻ ഒരിക്കൽ ട്രെയിനിങ് എടുക്കുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞ ഡയലോഗ് ഒന്നും ഞാൻ മറക്കില്ല. പക്ഷേ കടമില്ലാത്തൊരു രാത്രി. എല്ലാവരും ചിരിച്ചു പോയി. എനിക്ക് വലിയ വലിയ സ്വപ്നമൊന്നുമില്ല, ഒരു രാത്രിയെങ്കിലും എനിക്ക് കടമില്ലാണ്ട് കടന്നു. മാഷേ, എൻ്റെ ഓർമ്മ അതുപോലെ ഉപ്പയ്ക്ക് എപ്പോഴും കടങ്ങളായിരുന്നു, ഇപ്പോൾ എനിക്കും കടങ്ങളാണ്. ഇതെന്താ മാഷ് എങ്ങനെ? ഉപ്പ കടമെടുത്ത് കട നടത്തി വലിയ കടക്കാരനായി. കടയല്ല വലുതായത്, കടങ്ങൾ വലുതായി. ഇപ്പം എന്താ ഒരാഗ്രഹമാണ്, കടമില്ലാത്ത രാത്രി. അത്ര സ്വപ്നമുള്ളൂ. എന്തുകൊണ്ട് സംഭവിക്കുന്നു മൈ ഡിയർ ഫ്രണ്ട്സ്? പലപ്പോഴും എന്താണെങ്കിൽ നമ്മുടെ അറിവും കഴിവും വളർത്താതെ നമ്മൾ ഒരേ ബിസിനസ് ആയിരിക്കും, ഒരേ ഇതിൽ പോകുമ്പോൾ നമുക്ക് ഇൻകം കൂടില്ല, പക്ഷെ എക്സ്പെൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ നമ്മുടെ ഇൻകം കൂട്ടാനുള്ള വഴികൾ കണ്ടെത്തണം. നമ്മുടെ അറിവും കഴിവാണ്, വേറെ വഴിയൊന്നുമില്ല നമുക്ക്. അത് വളർത്തിയെടുത്ത് ഇൻകം കൂട്ടണം. മാത്രമല്ല എപ്പോഴും ശ്രദ്ധിക്കണം, ഇൻകത്തിൻ്റെ താഴെയേ നമ്മുടെ എക്സ്പെൻസ് വരാൻ പാടുള്ളൂ. പല ആഗ്രഹങ്ങൾ വരും, പല രീതിയിൽ വരും. പലപ്പോഴും സംഭവിക്കുന്ന പറയുന്ന ആൾക്കാർക്ക് ഞാൻ വായിച്ചിട്ടൊരിക്കൽ നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ അവരുടെ മുമ്പിൽ വലിയ അളവ് വേണ്ടി നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടും. എത്രയോ നഷ്ടങ്ങൾ വരുന്നത്. നമ്മളെപ്പോഴും ലെസ് ഈസ് മോർ, ആവശ്യമുള്ളത് മാത്രം ആദ്യം കീപ്പ് ചെയ്ത് അതിൽ ഹാപ്പി ആവാം. അങ്ങനെ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാം. നമ്മൾ ഇൻകം കൂട്ടി വരുമ്പോൾ എക്സ്പെൻസ് കൂട്ടാം. ഒരു കാരണവശാലും എക്സ്പെൻസ് ഇൻകത്തിന് മേലെ വരരുത്. അങ്ങനെ വരുന്ന ആൾക്കാർ പെട്ടുപോയിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാരുണ്ട്, ഇൻകം വരും വിചാരിച്ചിട്ട് ചിലവങ്ങനെ തുടങ്ങും. ചെയ്യരുത്. കയ്യിൽ എമൗണ്ട് വന്നിട്ടേ അത് നമ്മൾ ചെലവ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ, ആ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഈ അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല കടമില്ലാത്ത രാത്രി വേണമെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ പഠിക്കണം. ദാറ്റ്സ് ഓൾ ഡിയർ.